5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 8ാമത്തെ യൂണിറ്റായ നോൺ വയലൻസ് വിസ്ഡം പവർ എന്ന പാഠമാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഗുപ്ത കാലഘട്ടം അഥവാ ഗുപ്ത പീരിയഡിനെ കുറിച്ച് പഠിക്കാം. 5ാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ ഈ ചാനലിന്റെ ഹോം പേജിലുണ്ട്. അത് കാണാത്ത കൂട്ടുകാർ കാണുമല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൗര്യ കാലഘട്ടത്തെ കുറിച്ചാണ് പഠിച്ചത്. കാലം മാറുന്നു. മൗര്യ ഭരണത്തിന്റെ തകർച്ചയ്ക്കു ശേഷം AD 4-ാം നൂറ്റാണ്ടോടെ ഗംഗാതടത്തിൽ ഉയർന്നു വന്ന മറ്റൊരു രാജവംശമായിരുന്നു ഗുപ്ത രാജവംശം. ചന്ദ്രഗുപ്തൻ ഒന്നാമൻ, സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്തൻ രണ്ടാമൻ എന്നിവർ ഈ രാജവംശത്തിലെ ശ്രദ്ധേയരായ ഭരണാധികാരികളായിരുന്നു. ട്രാൻസിഷൻ ഓഫ് ഏജസ്. After the decline of the Mauryan Empire, the 4th century AD marked the growth of a new dynasty in the Gangetic Plain, the Guptas. Chandragupta I, Samudragupta and Chandragupta II were the important rulers of the Gupta dynasty. അപ്പോൾ ഗുപ്ത രാജവംശത്തിലെ ശ്രദ്ധേയരായ ഭരണാധികാരികൾ ആരൊക്കെയായിരുന്നു? Important rulers of Gupta dynasty. ചന്ദ്രഗുപ്തൻ ഒന്നാമൻ, സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. ഗുപ്ത കാലഘട്ടത്തിന്റെ അവസാനമാകുമ്പോഴേക്കും ദൂരദേശങ്ങളുമായുള്ള വ്യാപാരത്തിൽ കുറവ് വന്നു. കൂടുതൽ ജനങ്ങൾ കൃഷിയിൽ വ്യാപൃതരായി. അക്കാലത്ത് രാജാക്കന്മാർ പുരോഹിതന്മാർക്കും ആരാധനാലയങ്ങൾക്കും വൻതോതിൽ ഭൂമി ദാനമായി നൽകി. പുരോഹിതന്മാർ കർഷകരെ കൊണ്ട് ഇവിടങ്ങളിൽ കൃഷി ചെയ്യിച്ചു. സാമൂഹിക അസമത്വം വർദ്ധിച്ചു. ബുദ്ധമതത്തിന്റെയും ജൈനമതത്തിന്റെയും പ്രാധാന്യം കുറഞ്ഞു. By the end of the Gupta period, there was a remarkable decline in trade with distant lands. More people engaged in agriculture. The kings used to offer large shares of land as gift to priests and places of worship. The farmers were made to engage in agriculture in these lands by the priests. There was an increase in social inequality during this period. The popularity of Buddhism and Jainism weakened. എങ്കിൽ മൗര്യ കാലഘട്ടത്തിലെയും ഗുപ്ത കാലഘട്ടത്തിലെയും സാമൂഹിക സാമ്പത്തിക ജീവിതം നമുക്കൊന്ന് താരതമ്യം ചെയ്തു നോക്കിയാലോ? കമ്പയർ ദ സോഷ്യോ ഇക്കണോമിക് ലൈഫ് ഓഫ് ദ മൗര്യ ആൻഡ് ദ ഗുപ്ത പീരിയഡ്സ്. മൗര്യ കാലഘട്ടം കൃഷിയും വാണിജ്യവും അഭിവൃദ്ധി പ്രാപിച്ചു. ചാതുർവർണ്ണ്യം തുടർന്നു. കാർഷിക പ്രവൃത്തികൾ ശൂദ്രരെ കൊണ്ടാണ് ചെയ്യിച്ചിരുന്നത്. സാമൂഹിക അസമത്വങ്ങൾക്കെതിരെ ബുദ്ധമതവും ജൈനമതവും ആവിർഭവിച്ചു. മൃഗബലിക്കെതിരെ അഹിംസ എന്ന തത്വം പ്രചാരത്തിലായി. പ്രാകൃത്, പാലി തുടങ്ങിയ പ്രാദേശിക ഭാഷകൾ ഉപയോഗിക്കപ്പെട്ടു. വാസ്തുവിദ്യയും ശില്പകലയും പുരോഗതി പ്രാപിച്ചു. നാണയങ്ങൾ പ്രചാരത്തിലായി. ഗുപ്ത കാലഘട്ടം ദൂരദേശങ്ങളുമായുള്ള വ്യാപാരത്തിൽ കുറവ് വന്നു. കൂടുതൽ ജനങ്ങൾ കൃഷിയിൽ വ്യാപൃതരായി. അക്കാലത്ത് രാജാക്കന്മാർ പുരോഹിതന്മാർക്കും ആരാധനാലയങ്ങൾക്കും വൻതോതിൽ ഭൂമി ദാനമായി നൽകി. പുരോഹിതന്മാർ കർഷകരെ കൊണ്ട് ഇവിടങ്ങളിൽ കൃഷി ചെയ്യിച്ചു. സാമൂഹിക അസമത്വം വർദ്ധിച്ചു. ബുദ്ധമതത്തിന്റെയും ജൈനമതത്തിന്റെയും പ്രാധാന്യം കുറഞ്ഞു. മൗര്യ പീരിയഡ്. അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ് ഫ്ലറിഷ്ഡ്. The Chaturvarnya continued. The agricultural work was done by the Shudras. Buddhism and Jainism emerged against social inequalities. The principle of non-violence against animal sacrifice became popular. Local languages such as Prakrit and Pali were used. Architecture and sculpture flourished. Coins became popular. Gupta period. There was a remarkable decline in trade with distant lands. More people engaged in agriculture. The kings used to offer large shares of land as gift to priests and places of worship.
The farmers were made to engage in agriculture in these lands by the priests. There was an increase in social inequality during this period. The popularity of Buddhism and Jainism weakened. അറിവിന്റെ വികാസം. ഗുപ്തകാലത്ത് സംസ്കൃത ഭാഷയിൽ നിരവധി കൃതികൾ രചിക്കപ്പെട്ടു. അക്കാലത്തെ സാഹിത്യകാരന്മാരിൽ പ്രധാനിയായിരുന്നു കാളിദാസൻ. അഭിജ്ഞാന ശാകുന്തളം, മേഘസന്ദേശം, കുമാരസംഭവം എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. The blooming of wisdom. Many works were written in Sanskrit during the Gupta period. Kalidasa was the important literary figure of the period. Abhignana Shakuntalam, Megha Sandesham and Kumara Sambhavam are his great works. നവരത്നങ്ങൾ. ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന 9 പണ്ഡിതന്മാർ നവരത്നങ്ങൾ എന്നറിയപ്പെടുന്നു. കാളിദാസൻ, ഘടകർപ്പരൻ, ക്ഷപണകൻ, വരരുചി, വരാഹമിഹിരൻ, വേതാളഭട്ടൻ, ധന്വന്തരി, അമരസിംഹൻ, ശങ്കു എന്നിവരായിരുന്നു അവർ. നവരത്ന. A group of 9 scholars who lived in the court of Chandragupta II is known as the Navaratna. They were Kalidasa, Ghadakarpara, Kshapanaka, Vararuji, Varahamihira, Vetalbhatta, Dhanvantari, Amarasimha and Shanku. കൂട്ടുകാർ ചിത്രം നോക്കൂ. ചിത്രത്തിൽ കാണുന്ന ഇരുമ്പു തൂൺ ശ്രദ്ധിച്ചല്ലോ. ഇന്ന് ഡൽഹിക്ക് സമീപമുള്ള മെഹ്റൗളിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ തൂൺ പണി കഴിപ്പിച്ചത് ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ കാലത്താണ്. കൊടും ചൂടും മഴയും കനത്ത മഞ്ഞുമേറ്റിട്ടും ഇന്നും തുരുമ്പ് പിടിക്കാതെ ഇത് നിലനിൽക്കുന്നുവെന്നതിൽ അത്ഭുതം തോന്നുന്നില്ലേ? ഗുപ്ത കാലഘട്ടത്തിലെ ഉരുക്ക് സംസ്കരണത്തിന്റെ മികവ് തെളിയിക്കുന്നതാണ് ഈ ഇരുമ്പുതൂൺ. Have you noticed the iron pillar in the picture? This pillar, constructed during the period of Chandragupta II, is presently situated at Mehrauli in Delhi. Aren't you amazed at the survival of this iron pillar, still remaining rust resistant even after centuries of snow, rain and sun? This iron pillar is the epitome of the smelting process of iron in the Gupta period. ഗുപ്തകാലത്ത് ശാസ്ത്രരംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ ചിലരാണ് വരാഹമിഹിരൻ, ബ്രഹ്മഗുപ്തൻ, ഭാസ്കരാചാര്യർ, ആര്യഭട്ടൻ തുടങ്ങിയവർ. ഇവരിൽ വരാഹമിഹിരൻ, ബ്രഹ്മഗുപ്തൻ എന്നിവർ ജ്യോതിശാസ്ത്രത്തിലും ഭാസ്കരാചാര്യർ ഗണിതശാസ്ത്രത്തിലും ആര്യഭട്ടൻ ജ്യോതിശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകി. വരാഹമിഹിര, ബ്രഹ്മഗുപ്ത, Bhaskaracharya and Aryabhatta gave valuable contributions to the field of science in the Gupta period. Varahamihira and Brahmagupta made remarkable contributions to astronomy, Bhaskaracharya to mathematics and Aryabhatta to both astronomy and mathematics. ഇനിയൊരു പ്രവർത്തനം ചെയ്യാം. ഗുപ്തകാലത്ത് ജീവിച്ചിരുന്ന ശ്രദ്ധേയരായ ചില വ്യക്തികളുടെ പേരുകൾ പട്ടികയിൽ നൽകിയിട്ടുണ്ട്. അവർ ഏതേതു മേഖലകളിലാണ് പ്രശസ്തരായത് എന്ന് എഴുതുക. വ്യക്തികൾ: ആര്യഭട്ടൻ. മേഖലകൾ: ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം, അസ്ട്രോണമി ആൻഡ് മാത്തമാറ്റിക്സ്. കാളിദാസൻ. സാഹിത്യം, ലിറ്ററേച്ചർ. വരാഹമിഹിരൻ. ജ്യോതിശാസ്ത്രം, അസ്ട്രോണമി. ഭാസ്കരാചാര്യർ. ഗണിതശാസ്ത്രം, മാത്തമാറ്റിക്സ്. ബ്രഹ്മഗുപ്തൻ. ജ്യോതിശാസ്ത്രം, അസ്ട്രോണമി. ഇക്കാലത്ത് വിദ്യാഭ്യാസത്തിനും ഒരുപാട് പ്രാധാന്യം ലഭിച്ചു. പുരാതന ഇന്ത്യയിലെ പ്രസിദ്ധമായ വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്ന നളന്ദ സർവകലാശാലയുടെ ശേഷിപ്പാണ് ചിത്രത്തിൽ കാണുന്നത്. ഗുപ്തകാലത്താണ് ഇത് സ്ഥാപിച്ചത്. ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് വിദ്യാർത്ഥികൾ എത്തിയിരുന്നു. 10,000 വിദ്യാർത്ഥികളും 100ഓളം അധ്യാപകരും ഇവിടെ ഉണ്ടായിരുന്നു. The picture given below shows the remnants of the Nalanda University
a famous educational center in ancient India. It was established during the Gupta period. Students from different parts of Asia came here in pursuit of knowledge. Thousands of students and hundreds of teachers were engaged in educational activities in the university. ഈ പാഠഭാഗത്തിൽ നമ്മൾ പരിചയപ്പെട്ട ചില സ്മാരകങ്ങളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അവ ഓരോന്നും ഏത് മേഖലയിലെ പുരോഗതിയെയാണ് സൂചിപ്പിക്കുന്നത്? എഴുതി നോക്കൂ. The pictures of some monuments that we have discussed in this chapter are given below. Each of them signifies the progress in a particular field. Identify the fields. ചിത്രങ്ങൾ നോക്കൂ. ആദ്യത്തേത് നമ്മുടെ ദേശീയ മുദ്ര അഥവാ നാഷണൽ എംബ്ലം ആണ്. സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണത്. ഏത് മേഖലയിലെ മികവിനെയാണ് ഇത് കാണിക്കുന്നത്? ശില്പവിദ്യ അഥവാ സ്കൾപ്ചർ. രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നത് അശോക ചക്രവർത്തിയുടെ കാലത്തെ സ്റ്റോൺ എഡിക്ട്സ് അഥവാ ശിലാലിഖിതങ്ങളാണ്. ഇത് എഴുത്തുവിദ്യ അഥവാ സ്ക്രിപ്റ്റ് എന്ന മേഖലയിലുള്ള അക്കാലത്തെ മികവിനെ കാണിക്കുന്നു. മൂന്നാമത്തെ ചിത്രം നോക്കൂ. ഇത് സാഞ്ചി സ്തൂപമാണ്. ഇത് അക്കാലത്തെ വാസ്തുവിദ്യ അഥവാ ആർക്കിടെക്ചർ എന്ന മേഖലയിലെ മികവിനെ കാണിക്കുന്നു. നാലാമത്തെ ചിത്രമോ മെഹ്റൗലിയിലെ അയൺ പില്ലർ അഥവാ ഇരുമ്പു തൂണാണ്. ഇതും അക്കാലത്തെ ശില്പവിദ്യ അഥവാ സ്കൾപ്ചറിന്റെ മികവിനെയാണ് കാണിക്കുന്നത്. അവസാനത്തെ ചിത്രം നോക്കൂ. അത് നളന്ദ സർവകലാശാലയുടെ ചിത്രമാണ്. ഇത് അക്കാലത്തെ വിദ്യാഭ്യാസം അഥവാ എഡ്യൂക്കേഷനിലുള്ള മികവിനെയാണ് കാണിക്കുന്നത്. ഇനിയൊരു പ്രവർത്തനം ചെയ്തു നോക്കാം. ശാസ്ത്രം, കല, സാഹിത്യം, വിദ്യാഭ്യാസം എന്നീ രംഗങ്ങളിൽ പ്രാചീന ഇന്ത്യയിലെ ശ്രദ്ധേയമായ കാലമായിരുന്നു ഗുപ്തന്മാരുടേത്. വ്യക്തമാക്കുക. The Gupta period was marked by excellence in the fields of science, art, literature and education. Substantiate. ഗുപ്ത കാലഘട്ടത്തിൽ ആര്യഭട്ടൻ, വരാഹമിഹിരൻ, ഭാസ്കരാചാര്യ, ബ്രഹ്മഗുപ്തൻ എന്നിവർ ശാസ്ത്രമേഖലയിൽ വിലപ്പെട്ട സംഭാവനകൾ നൽകി. സംസ്കൃതത്തിൽ പല കൃതികളും ഗുപ്ത കാലഘട്ടത്തിൽ എഴുതപ്പെട്ടു. കാളിദാസനായിരുന്നു പ്രധാന സാഹിത്യകാരൻ. അതിശയകരമായ സ്മാരകങ്ങളും തൂണുകളും ഗുപ്ത കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടു. ഗുപ്ത കാലഘട്ടത്തിലാണ് നളന്ദ സർവകലാശാല സ്ഥാപിതമായത്. ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ചിരുന്നു. ഡ്യൂറിംഗ് ഗുപ്ത പീരിയഡ്, ആര്യഭട്ട, വരാഹമിഹിര, ഭാസ്കരാചാര്യ ആൻഡ് ബ്രഹ്മഗുപ്ത gave valuable contributions to the field of science. Many works in Sanskrit were written during Gupta period. Kalidasa was the important literary figure. Amazing monuments and pillars were built during Gupta period. Nalanda University was established during Gupta period. Students from different parts of Asia had studied here. ഈ പാഠത്തിൽ മഗധയുടെ വളർച്ച മുതൽ ഗുപ്തകാലം വരെയുള്ള സാമൂഹ്യ മാറ്റങ്ങളാണല്ലോ നമ്മൾ ചർച്ച ചെയ്തത്. അവയിൽ പ്രധാനപ്പെട്ടവ ഏതൊക്കെയെന്ന് നോക്കാം. കൃഷി വിപുലമായതോടെ കാർഷികോൽപാദനം വർദ്ധിച്ചു. കൃഷിയും അതുമായി ബന്ധപ്പെട്ട തൊഴിലുകളും നിരവധി പുതിയ അറിവുകൾ സൃഷ്ടിച്ചു. സാമൂഹിക അസമത്വങ്ങൾക്കെതിരായി ഉയർന്നു വന്ന ആശയങ്ങൾ സമൂഹത്തെയും രാജ്യഭരണത്തെയും സ്വാധീനിച്ചു. ശാസ്ത്രം, കല, സാഹിത്യം എന്നീ മേഖലകളിലുണ്ടായ മാറ്റങ്ങളെ ഭരണാധികാരികൾ പ്രോത്സാഹിപ്പിച്ചു. We have discussed the changes that took place in the society right from the beginning of the Magadha period till the end of the Gupta period. Let us find out the important ones among them. Extensive farming led to increased agricultural production. Agriculture and related occupations created new knowledge. The ideologies that came up against social inequalities influenced the society and the rulers. The rulers prompted the changes in the fields of science, art and literature.
ഇനി നമുക്ക് ചില തുടർ പ്രവർത്തനങ്ങൾ ചെയ്യാം. ദേശീയ മുദ്ര രേഖപ്പെടുത്തിയിരിക്കുന്ന വസ്തുക്കൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തൂ. ലിസ്റ്റ് ഔട്ട് ദ ഒബ്ജക്ട്സ് ഓൺ വിച്ച് ദ നാഷണൽ എംബ്ലം ഈസ് ഇംപ്രിന്റഡ്. പ്രാചീന ഇന്ത്യയിലെ സാഹിത്യകാരന്മാരെയും അവരുടെ കൃതികളെയും പട്ടികപ്പെടുത്തുക. ലിസ്റ്റ് ഔട്ട് ദ ആൻഷ്യന്റ് ഇന്ത്യൻ റൈറ്റേഴ്സ് ആൻഡ് ദെയർ വർക്ക്സ്. ദേശീയ മുദ്ര രേഖപ്പെടുത്തിയ വസ്തുക്കൾ. ഒബ്ജക്ട്സ് വിത്ത് നാഷണൽ എംബ്ലം. നാണയങ്ങൾ, കോയിൻസ്, കറൻസി നോട്ട്, പാസ്പോർട്ട്, സ്റ്റാമ്പുകൾ, മുദ്രപത്രങ്ങൾ, സ്റ്റാമ്പ് പേപ്പേഴ്സ്, പോസ്റ്റ് കാർഡ്. ഇവയിലെല്ലാം ദേശീയ മുദ്ര രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത് പ്രാചീന കൃതികളും എഴുത്തുകാരും. ആൻഷ്യന്റ് ഇന്ത്യൻ റൈറ്റേഴ്സ് ആൻഡ് വർക്ക്സ്. അർത്ഥശാസ്ത്രം ചാണക്യൻ. അഭിജ്ഞാന ശാകുന്തളം കാളിദാസൻ. സൂര്യസിദ്ധാന്തം ആര്യഭട്ടൻ. ബുദ്ധചരിതം അശ്വഘോഷൻ. ലീലാവതി ഭാസ്കരാചാര്യർ. ഉത്തര രാമചരിതം ഭവഭൂതി. മഹാഭാഷ്യം പതഞ്ജലി. അപ്പോൾ ഗുപ്ത കാലഘട്ടത്തെക്കുറിച്ച് കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.